ഹൈദരാബാദിലെ കുർണൂലിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 20 പേർ മരിച്ചതായി വിവരം. ജീവനക്കാർ ഉൾപ്പെടെ 41 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ് ജീവനക്കാർ ഉൾപ്പെടെ 21 പേർ രക്ഷപ്പെട്ടു. 15 പേർ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങളുമായുള്ളത്. ശ്രീധരൻ, വലിയ ഒരു അപകടമാണ്, 20 മരണം. എങ്ങനെയാണ് ഈ അപകടമെന്ന് വ്യക്തമായോ? ആന്ധ്രാപ്രദേശിലെ കുർണൂലിന് സമീപം ഏതാണ്ട് 20 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ദേശീയപാതയിൽ, ഹൈദരാബാദ് ബംഗളൂരു ദേശീയപാതയിൽ ഈ അപകടം നടക്കുന്നത്. രാവിലെ ഈ ബസ് ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ച് ബൈക്ക് ബസ്സിനടിയിലേക്ക് നിരങ്ങിപ്പോയി. തുടർന്നുണ്ടായ സ്പാർക്കിൽ ഇന്ധന ടാങ്കിലേക്ക് തീ പടർന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇത് സംബന്ധിച്ച് അന്വേഷണം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബസ്സിൽ 41 ആളുകൾ ഉണ്ടായിരുന്നു. 2 ജീവനക്കാർ ഉൾപ്പെടെ 41 പേരുണ്ടായിരുന്നു. ഇതിൽ 20 പേർ ഈ ബസ്സിനുള്ളിൽ വെന്ത് മരിച്ചു. ബാക്കിയുള്ള ആളുകൾ ചില്ലൊക്കെ പൊട്ടിച്ച് എമർജൻസി ഡോറൊക്കെ വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ 11 പേർ ഈ കുർണൂലിലെ സർക്കാർ ആശുപത്രിയിലും 4 പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. 6 പേർ ഈ പല ആശുപത്രിയിൽ നിന്ന് വിടുതൽ നൽകി പോവുകയും ചെയ്തു. അവർ ബംഗളൂരുവിലേക്ക് യാത്രയും തിരിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് സ്വദേശികളാണ് മരിച്ചവരിലേറെയും. ഇതിൽ 11 ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശേഷിക്കുന്നവരെ തിരിച്ചറിയാൻ വേണ്ടി DNA പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഏതായാലും കാവേരി ട്രാവൽസിൽ നിന്ന് ഈ ആരൊക്കെയാണ് ഇതിൽ സഞ്ചരിച്ചത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളെയൊക്കെ തേടിപ്പിടിച്ച് അവരുമായി ഈ ബന്ധം അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടികളിലാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സർക്കാർ നിലവിലുള്ളത്. ഏതായാലും പ്രധാനമന്ത്രി 20 മരണം ഉണ്ടായിരിക്കുകയാണ്.